രാജീവ് ചന്ദ്രശേഖരൻ ചുമതലയേറ്റതിന് ശേഷം ബി.ജെ.പി. ആദ്യഘട്ടത്തിൽ ഒരു ഉണർവുണ്ടാക്കുമെന്ന് കരുതിയെങ്കിലും ഇപ്പോൾ തമ്മിലടി രൂക്ഷമായിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇപ്പോൾ അവസാനം നിലമ്പൂരുമായി ബന്ധപ്പെട്ടൊക്കെ ഇവർ തമ്മിൽ പരസ്യമായി ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. സുരേന്ദ്രൻ നേരിട്ട് വിശദീകരിക്കേണ്ടി വരുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ വി. മുരളീധരൻ അടക്കം എല്ലാവരും അതൃപ്തരാണ്. സ്വാഭാവികമായി ഇനി ഇവിടെ LDFിൻ്റെ ഭരണത്തിൽ ജനങ്ങൾ കുറച്ച് അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ബി.ജെ.പിക്ക് ഒരു ഉണർവുണ്ടാക്കാൻ പറ്റിയൊരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും സീറ്റുകൾ നേടാൻ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരസഭ പിടിക്കാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം 37 സീറ്റുകൾ നിലവിലുണ്ട്. കഴിഞ്ഞ തവണ, അതിന് മുന്നേ ഉള്ള തവണ 35 സീറ്റുകളുണ്ടായിരുന്നു. ഈ 35 നേടിയെടുത്തല്ല പിന്നെ അടുത്ത തവണ 37 നേടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ശരാശരി ഒരു 70ഓളം സീറ്റുകളിൽ ബി.ജെ.പിക്ക് ജയിക്കാനുള്ള സാഹചര്യമുണ്ട്. അത് 50 സീറ്റ് കിട്ടിയാൽ ഭരണം നേടാനും കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭ അടക്കം പിടിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതോടൊപ്പം വാർഡ് തലത്തിൽ ശക്തമായ ഒരു വർക്ക് ബി.ജെ.പി. എപ്പോഴും നടത്താറുണ്ട്. കാരണം സമയത്ത് വരുന്ന ഒരു പരിപാടിയല്ലല്ലോ. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കേഡർ വോട്ടുകൾ, RSSൻ്റെ സംഘടനാ സംവിധാനം, ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ച് ഓരോ വീടുകൾ തോറും ഉള്ള പ്രവർത്തനങ്ങൾ, അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി സീറ്റ് പിടിക്കാനും ഒക്കെ കഴിയും. ഈ സാഹചര്യത്തിൽ ഈ നേതൃത്വത്തിൻ്റെ ഈ അതൃപ്തി, നേതൃത്വത്തോടുള്ള അതൃപ്തി, ഇതൊക്കെ തന്നെ ബി.ജെ.പി. ഏത് തരത്തിലായിരിക്കും ബാധിക്കുക? എനിക്ക് തോന്നുന്നൊരു തമാശ, ഈ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി.ജെ.പി. പ്രസിഡൻ്റായി വന്നപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ കണ്ടുപിടിച്ചൊരു പ്രധാനപ്പെട്ട സങ്കടം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വിമർശനം രാജീവ് ചന്ദ്രശേഖരന് മലയാളം അറിയില്ല എന്നതായിരുന്നു. എനിക്ക് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖർ പക്ഷേ അതിനെ മറികടന്നു. അദ്ദേഹത്തിൻ്റെ മലയാളം കൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആക്ഷൻ പ്ലാൻ കൊണ്ടൊക്കെ മറികടന്ന് തുടങ്ങി. പക്ഷേ ഒരു അപകടം അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലാവാത്തത് കേരള ബി.ജെ.പിക്കകത്തെ രസതന്ത്രമാണ്. അതിനകത്ത് രസമുള്ളതും അല്ലാത്തതുമായ ഒരുപാട് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കുതികാലുവെട്ടുകളും ഒക്കെ നടക്കുന്നുണ്ട്. പലപ്പോഴും പല ഉന്നതരായ നേതാക്കൾ പോലും അഴിമതിയുടെ നിഴലിൽ വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ ദൗത്യം രണ്ട് കാര്യത്തിൽ കേരളത്തിന് ഒരു ബദലുണ്ടാക്കുകയാണ്. ഒരു രാഷ്ട്രീയ ബദലാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വികസനത്തിലൊരു ബദലുണ്ടാക്കുക. അത് രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയത്തിൻ്റെ വക്കത്തെത്തിയതാണ്. പക്ഷേ എന്താണ് അന്നത്തെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സംഭവിച്ചത് എന്നതുപോലും അദ്ദേഹം പഠന വിധേയമാക്കേണ്ടതാണ്. അവസാന നിമിഷത്തിൽ ആരൊക്കെയാണ് ശശി തരൂരിന് വേണ്ടി ബി.ജെ.പിക്ക് എതിരായി പ്രവർത്തിച്ചത്, പാർട്ടിക്കകത്ത് തന്നെയുള്ള എത്ര പേർ, പാർട്ടിക്ക് കിട്ടാമായിരുന്ന വോട്ടുകളെ ആരാണ് തടഞ്ഞത്, തുടങ്ങിയ കുറേ ചോദ്യങ്ങളുണ്ട്. അതേസമയത്ത് അപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ ഞാനത് അത്ഭുതകരമായൊരു കാര്യം, തിരുവനന്തപുരത്ത് ഞാനന്ന് ശ്രദ്ധിച്ചൊരു കാര്യം, ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങാത്ത ഈ ഒരു പുതിയ ടെക്കി സമൂഹം ഉണ്ടല്ലോ, അവർ ചന്ദ്രശേഖരന് വേണ്ടി രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി ഇറങ്ങിയിരുന്നു മാത്രമല്ല, അവർ ഫ്ലാറ്റ് തോറും വർക്ക് ചെയ്തിരുന്നു. അന്ന് ഞാൻ ഒരു ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചേക്കും എന്ന് പോലും പ്രവചിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷെ ആ മുന്നേറ്റം പാർട്ടിയിൽ അദ്ദേഹത്തിന് സാധിച്ചുവോ? അത് പറ്റാത്തതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു കാര്യം, അദ്ദേഹത്തിന് ഈ രണ്ട് വെല്ലുവിളിയാണ് അദ്ദേഹം നേരിടുന്നത്. പാർട്ടിക്കകത്ത് ഇപ്പോൾ പരമ്പരാഗത പാർട്ടി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അവരാണ് ബി.ജെ.പിയെ ഈ അവസ്ഥയിലെത്തി ഇത്രയെങ്കിലും എത്തിച്ചത്. പക്ഷെ അതിനകത്തെ ഗ്രൂപ്പ് വഴക്കുകൾ, വിഭാഗീയത, ഇപ്പൊ കാണുന്നൊരു പ്രവണത ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പൊ അദ്ദേഹം നേരിടുന്ന തൊട്ടു മുമ്പിലുള്ള ക്രൈസിസ് പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികളെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് സംസ്ഥാന സെക്രട്ടറിമാരുടെ ചുമതല, അതായത് ജില്ലകളുടെ ചുമതലയുള്ള സെക്രട്ടറിമാർ ചെയ്തോളും എന്നാണ് അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത്. പക്ഷേ അതിപ്പോൾ വലിയ തോതിൽ വിമർശനം ഉണ്ടാക്കുന്നുണ്ട്. ഈ സെക്രട്ടറിമാർക്ക് ഗ്രൂപ്പിസം ഉണ്ട്, ഇവരുടെ ഇടപെടൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത്, വാർത്തകളിൽ കാണുന്നത് ശരിയാണെങ്കിൽ, വി. മുരളീധരൻ, കെ. സുരേന്ദ്രൻ ഗ്രൂപ്പ് പ്രതിഷേധത്തോടെ മാറി നിൽക്കുകയോ അല്ലെങ്കിൽ മുറുമുറുക്കുകയോ ഒക്കെ ചെയ്യുകയാണ്. അത് അവരായിരുന്നല്ലോ ഔദ്യോഗിക പക്ഷം. അതേസമയത്ത് പി.കെ. കൃഷ്ണദാസിൻ്റെയും ശോഭാ സുരേന്ദ്രൻ്റെയും M.T. രമേശിൻ്റെയും ഒക്കെ മറുപക്ഷം ഇപ്പോൾ അവർ മാറി നിന്ന ഒരു ഗ്യാപ്പിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഞങ്ങളാണ് ഭരണകക്ഷി എന്നോ അല്ലെങ്കിൽ ഞങ്ങളാണ് ഔദ്യോഗിക നേതൃത്വം എന്നോ വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇത് രണ്ടും അദ്ദേഹത്തിന്, രാജീവ് ചന്ദ്രശേഖരൻ്റെ കാലിബറിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമേജിന് അപകടമാണ് ഉണ്ടാക്കുക. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന് ഈ ഒരു അനിശ്ചിതത്വമാണ് എല്ലായിടത്തും സംഭവിച്ചത്. ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയെ ബി.ജെ.പിക്ക് എന്നോ നിർത്താമായിരുന്നല്ലോ, അല്ലെങ്കിൽ NDA ഘടകകക്ഷികൾ ബി.ഡി.ജെ.എസിന് അത് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു, കൊടുക്കാമായിരുന്നല്ലോ.
അത് തീരുമാനമെടുക്കാൻ തന്നെ എത്ര വൈകി എന്നാലോചിച്ച് നോക്കൂ. ഒരു കാഡർ പാർട്ടി നിലമ്പൂർ അവർക്ക് ജയിക്കാനുള്ളതല്ല. വേണമെങ്കിൽ മുഖ്യ എതിരാളി എന്ന നിലയിൽ നാഷണൽ ലെവലിൽ കോൺഗ്രസിനെ കണ്ടുകൊണ്ട് UDF-നെ തോൽപ്പിക്കാനുള്ള അജണ്ട എടുക്കാം. അങ്ങനെയായിരുന്നെങ്കിൽ അവർ പയറ്റേണ്ടിയിരുന്ന തന്ത്രം എന്താണ്? സ്വരാജിനെ ജയിപ്പിക്കാനുള്ള തന്ത്രമാണ്. അതും ഉണ്ടായില്ല, അതും ഫലിച്ചില്ല. എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി സ്വീകരിക്കുന്നതിൽ തുടക്കം മുതലേ തൻ്റെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അറിയാതെ പരാജയപ്പെട്ടു പോയത്. അദ്ദേഹത്തിൻ്റെ നേർക്കുനേരെയുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള മുന്നേറ്റം അവസാന നിമിഷം അദ്ദേഹത്തിന് ടോർപിഡോ വന്ന് അദ്ദേഹം അറിയാത്ത വഴിയിലാണ്. അതേ അബദ്ധമാണ് ഇപ്പം BJP പാർട്ടിയിലും അദ്ദേഹത്തിന് സംഭവിക്കുന്നത്. എത്ര കാലം ഈ ഒരു സംവിധാനവുമായി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റും? ഒന്നുകിൽ അദ്ദേഹം ക്ലീൻ ചെയ്യണം കംപ്ലീറ്റ്. പാർട്ടിയിലെ ഈ പരമ്പരാഗത നേതൃത്വത്തിൽ ആരൊക്കെയാണോ ഷെയ്ഡി ക്യാരക്ടേഴ്സ്, ആർക്കൊക്കെയാണോ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉള്ളത്. ഇപ്പോൾ പാലക്കാട്ടെ കൃഷ്ണകുമാറിനെതിരായിട്ടൊക്കെ ധാരാളം ആക്ഷേപങ്ങളും വിമർശനങ്ങളും വന്നതാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കെതിരായിട്ടും അങ്ങനെയുള്ള. അപ്പോൾ അത് ശോഭാ സുരേന്ദ്രനെതിരായിട്ട് ഇത്തരം ഒരു പവർ ഡീലർ എന്ന നിലയിലുള്ള തരത്തിലെ ഒരു ഇമേജാണ് അവർക്ക് ഉണ്ടായി വന്നത്. അവർ മാസ് പുള്ളർ, ക്രൗഡ് പുള്ളറാണ്. അവരുടെ അണികളെ ആകർഷിക്കാൻ ഏറ്റവും ആവേശം കൊള്ളിക്കുന്ന പ്രസംഗമൊക്കെ നടത്തുന്ന നേതാവാണ്. മത്സരിച്ച മണ്ഡലങ്ങളിലൊക്കെ വോട്ട് കൂട്ടിയിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഒരു വനിതാ നേതാവിൻ്റെ ഒരു പദവിയല്ല, മറിച്ച് ഒരു കേന്ദ്രവുമായി ഡീൽ ചെയ്യുന്ന ഒരു പവർ ഡീലറായിട്ടാണ് അവരുടെ ഒരു ചിത്രം. ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? ഒപ്പം ആശയതലത്തിൽ കേരളം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. അത് കേരളത്തിന് ചേർന്ന മട്ടിൽ ഒരു ഹിന്ദുത്വയെ ഇവർക്ക് വ്യാഖ്യാനിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ത്യയിലെ എല്ലാ പാർട്ടികൾക്കും ഒരു കേരള മോഡലുണ്ട്. ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു ഇപ്പോഴും ഇപ്പോൾ UP-യിലെ കോൺഗ്രസിൻ്റെ നയമല്ല കേരളത്തിലെ കോൺഗ്രസിൻ്റെ നയം. അത് പരമ്പരാഗതമായി ഉണ്ടായി വന്നതാണ്. കേരളത്തിൻ്റെ ഒരു കൾച്ചറും നവോത്ഥാന പാരമ്പര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഇപ്പോൾ ആത്യന്തിക തീവ്രവാദ പ്രസ്ഥാനമാണ് പലയിടത്തും ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിൽ വേറൊരു മുഖമാണ്. കമ്മ്യൂണിസ്റ്റുകാർക്കും അതെ. കമ്മ്യൂണിസ്റ്റുകാർ ഒരു അനിലേഷൻ തിയറി, ഇങ്ങനെ ഈ ഉന്മൂലന സിദ്ധാന്തമൊന്നും കേരളത്തിൽ ഒരിക്കലും പുറത്തെടുത്തിട്ടില്ല. സ്നേഹത്തിൻ്റെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഒരു നയമാണല്ലോ സ്വീകരിച്ചത്. അപ്പോൾ അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് കേരളത്തിൽ അധികാരത്തിൽ വന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കേരള വെർഷൻ BJP എന്ന പാർട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ രക്ഷയില്ല. ഒന്ന്. രണ്ടാമത്, ഇതുവരെ അവർ എത്തി നിൽക്കുന്ന രാഷ്ട്രീയ നേട്ടങ്ങളുണ്ടല്ലോ, അത് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ മുമ്പ് ഈ തിരുവനന്തപുരവും തൃശ്ശൂരും ഏതാണ്ട് ഒരു മാസം മുമ്പ് നമ്മുടെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം വെച്ചിട്ട് BJP ജയിക്കുമെന്ന് പറഞ്ഞതാണ്. അതേ സുരേഷ് ഗോപി ഇന്ന് തൃശ്ശൂരിൽ വീണ്ടും മത്സരിച്ചാലുള്ള ചിത്രം എന്തായിരിക്കും എന്ന് കാണണം. അദ്ദേഹത്തിന് നിലനിർത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ജനങ്ങൾ പിന്തുണച്ചവർ കീപ്പ് ചെയ്യേണ്ട, ജീവിതത്തിൽ പാലിക്കേണ്ട സ്വഭാവവും സംസ്കാരവും മര്യാദയും അച്ചടക്കവും ഒക്കെ പാലിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ അത്തരം ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപിയും തന്നെ നേരിട്ട് ഡീൽ ചെയ്ത് തീർക്കാവുന്ന ഒരു ഇഷ്യൂ ആണ് അദ്ദേഹത്തിന്റെ തന്നെ സിനിമയുടെ സെൻസർഷിപ്പ്. മിണ്ടുന്നില്ല അദ്ദേഹം, വലിയ വിമർശനം ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നോ കഴിഞ്ഞ ദിവസം പുതിയൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഉദ്ഘാടനത്തിന് വിളിക്കുന്ന MP എന്ന നിലയിലല്ല, സിനിമ എന്നുള്ള നിലയിലാണ്, അതുകൊണ്ട് പൈസ വാങ്ങിക്കും എന്ന രീതിയിലൊരു പ്രസ്താവന. ഒരു വൃത്തികേടാന്ന് ആലോചിച്ചു. അദ്ദേഹം ചെയ്യേണ്ടത് സിനിമയിൽ അഭിനയിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ എന്ന നിലയിൽ കാശ് വാങ്ങും. അതെ. പക്ഷെ ഒരു പബ്ലിക് ഫിഗർ എന്ന നിലയിൽ സുരേഷ് ഗോപി ഇപ്പോൾ ആരാണ്? പഴയ സിനിമാ നടനാണോ? അല്ലല്ലോ. ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ്, കേന്ദ്രമന്ത്രിയാണ്, നമ്മുടെ MP ആണ്. അദ്ദേഹത്തിന് പോയി ഉദ്ഘാടനം ചെയ്യത്തിന് വിളിച്ചാൽ അതിന് ഞാൻ കാശ് വാങ്ങുമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവർ ചിലപ്പോൾ പുതിയൊരു ന്യായീകരണം വരും. ഈ വാങ്ങുന്ന കാശ് ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കാനാണെന്ന് ചിലപ്പോൾ വന്നേക്കാം. അത് ആർക്കാണ് പറഞ്ഞുകൂടാത്തത്? ആലോചിച്ച് നോക്കൂ. സിനിമാ നടന്മാർ അങ്ങനെ വാങ്ങുന്നത് അവരുടെ ഒരു ഗ്ലാമർ വിറ്റ് കാശാക്കാനാന്ന് വിചാരിക്കുക. സുരേഷ് ഗോപി ഗ്ലാമർ വിറ്റ് ആദ്യം വോട്ടാക്കി മാറ്റിയല്ലോ. അപ്പോൾ അതൊരു പാർട്ടിയുടെ ഭാഗമായില്ലേ, കേന്ദ്ര ഗവൺമെന്റ് ഭാഗമായില്ലേ. ഇനി ഒരിക്കലും പറയാൻ പാടില്ല, വാങ്ങാനും പാടില്ല. അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ സത്യത്തിൽ അന്തിമമായി ആർക്കെതിരെയാണ് വരിക? രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു നേതാവിനെതിരായിട്ടാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ചിത്രം ഇതാണ്. ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് പ്രാദേശിക തലത്തിൽ എന്തുമാത്രം സ്ഥാനാർത്ഥികളെ ജനപ്രിയരായിട്ട് ഫീൽഡ് ചെയ്ത് ജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നതിൻ്റെ കൃത്യമായ കണക്ക് നമ്മുടെ കയ്യിലില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും നമുക്ക് പറയാൻ പറ്റും. നേരത്തെ ജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ആളുകളുടെ ഇമേജ് മോശമാവുകയല്ലാതെ ഒരിഞ്ചും അവർ മുന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് BJPക്ക് നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ നേടിയതിനേക്കാൾ ഒരു ബെറ്റർ പെർഫോമൻസ് നടത്താൻ പറ്റുമെന്ന് ഇന്നത്തെ അവസ്ഥയിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും രാഷ്ട്രീയ നിരീക്ഷകനും പറയാൻ പറ്റില്ല. BJPയുടെ പാർലമെൻ്ററി മുന്നേറ്റം ആ സാഹചര്യത്തിൽ അത്ര ആശാവഹമല്ല. അത് അഡ്രസ്സ് ചെയ്യാൻ
രാജീവ് ചന്ദ്രശേഖരന് സാധിക്കുമോ എന്ന അജണ്ടയും വളരെ പ്രധാനമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.